ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള പ്രോബ്ലം സാധാരണഗതിയിൽ ചോദിക്കലുണ്ട്. കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ സാറ് ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കിയ 0 to a f of x dx എന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ് വിൽ ബി യൂസിങ് പ്രോപ്പർട്ടി ദിസ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 0 to a f of a minus x. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതേ ലിമിറ്റ് നിലനിർത്തിയിട്ട് നോക്കിയേ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇവിടെ സെയിം ആണ്. ഈ എക്സിൻ്റെ അവിടെ ഈ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുത്തു, എ മൈനസ് എക്സ്, അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുത്താലും നിങ്ങൾക്ക് വിലയിൽ മാറ്റം വരില്ല എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടി നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കുക, ഫംഗ്ഷൻ ഓഫ് എ എക്സിൻ്റെ സ്ഥാനത്ത് ഈ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, ദാ അപ്പർ ലിമിറ്റ് എ ആണ്, എ മൈനസ് എക്സ് കൊടുത്താലും ഈ ഫംഗ്ഷന് ഒരു മാറ്റവും വരില്ല. അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്ലീസ് നോട്ട് ദിസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും ഇവാലുവേറ്റ് ചെയ്യാൻ യൂസിങ് പ്രോപ്പർട്ടി. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്ന ക്വസ്റ്റ്യന് ഐ കൊടുക്കുക. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 sin x plus cos x dx. നമ്മൾ എന്ത് ചെയ്തു? തന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? കൊടുത്തു, ഐ എന്ന് കൊടുത്തു. തന്ന ക്വസ്റ്റ്യനെ ഒന്നുകൂടി എഴുതിയിട്ട് അതിന് ഐ എന്ന് കൊടുത്തു. ഈ പ്രോപ്പർട്ടി ചോദിച്ചു തരുമ്പോൾ തൊട്ടടുത്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഒന്ന് പറഞ്ഞ് 0 to π/2 ലിമിറ്റ് അങ്ങനെ നിർത്താം. ഈ എക്സിൻ്റെ അവിടെയൊക്കെ എ മൈനസ് എക്സ് ആക്കാം. എക്സിൻ്റെ ഭാഗത്തൊക്കെ എന്താക്കാം? എ മൈനസ് എക്സ് ആക്കാം. ലിമിറ്റ് സെയിം ആക്കി നിർത്താം. എക്സിൻ്റെ സ്ഥാനത്ത് എ മൈനസ് എക്സ്, എ എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ അവിടെയൊക്കെ എ മൈനസ് എക്സ് ആക്കുക എന്ന് പറയുമ്പോൾ എന്താ കിട്ടും എന്ന് പറഞ്ഞ മക്കള്? സൈൻ എക്സിൻ്റെ അവിടെ എന്ത് കിട്ടും? π/2 മൈനസ് എക്സ്. കാരണം എയുടെ സ്ഥാനത്ത് π/2 ആണ്. ഈ താഴെ എന്ത് കിട്ടും? സൈൻ π/2 മൈനസ് എക്സ്. എക്സിൻ്റെ അവിടെ എന്ത് കിട്ടും? സൈൻ π/2. കോസിൻ്റെ അവിടെ എന്ത് കിട്ടും? കോസ് π/2 മൈനസ് എക്സ്. അപ്പോൾ പൊന്നു മക്കൾ നോക്കിക്കേ, എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? എ മൈനസ് എക്സ് ഫോമാറ്റിലാക്കി. എ എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റിൻ്റെ ഭാഗത്ത് ഇവിടെ എത്രയാണ്? π/2 ആണ് അപ്പർ ലിമിറ്റിൻ്റെ അവിടെ. എന്താണ്? π/2. ലോവർ ലിമിറ്റ് 0. അപ്പോൾ എവിടെയൊക്കെ എക്സ് ഉണ്ടോ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു? സൈൻ π/2 മൈനസ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യന് ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ് ആണ്. സൈൻ 90 മൈനസ് എക്സ് കോസ് ആണ്. കോസ് 90 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. ഒന്നുകൂടി സാർ റിപ്പീറ്റ് ചെയ്യാം. സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ് ആണ്. കോസ് 90 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് എന്ത് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ ഐ എന്താ കിട്ടുക? സൈൻ 90 മൈനസ് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സ്. സോ കോസ് എക്സ്. താഴെ വീണ്ടും സൈൻ 90 മൈനസ് എക്സ്. സൈൻ 90 π/2 വെച്ചാൽ 90. സൈൻ 90 മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. പ്ലസ് കോസ് 90 മൈനസ് എക്സ് എന്താണ്? സൈൻ എക്സ് ആണ്. കോസ് 90 മൈനസ് എക്സ്. കോസ് സൈൻ ആവും, സൈൻ കോസ് ആവും 90 മൈനസ് എക്സിൽ. ഇതിനെന്ത് കൊടുത്തു? ഡി എക്സ് കൊടുത്തു. ഇതിന് ഇക്വേഷൻ എന്ത് കൊടുത്തു? 2 കൊടുത്തു. ഇക്വേഷൻ 1 എന്തായിരുന്നു? നോക്കിയേ, ഇതായിരുന്നു ഇക്വേഷൻ 1. ഇനി ഇക്വേഷൻ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുക. ഇക്വേഷൻ 1ഉം 2ഉം കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 2യുടെ അവിടെ ഐ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐ ആണ്. ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഐ ആണ്. അപ്പോൾ ഐ പ്ലസ് ഐ ഇസ് ഈക്വൽ ടു ഇവിടെ 0 to π/2 ഉണ്ട്, അത് മറന്നു പോകരുത്. ഇനി അവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 to π/2 സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. 0 to π/2 സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇതായിരുന്നു അവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? 2ലെ ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. രണ്ടും കൂടി ആഡ് ചെയ്യണം നമ്മൾ. രണ്ട് ഇക്വേഷൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കോസ് എക്സ് പ്ലസ് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്കൊന്ന് ചെയ്താലോ? ഐ പ്ലസ് ഐ എന്താ മക്കളെ? ഐ പ്ലസ് ഐ ഇസ് ഈക്വൽ ടു ഒരു മിഠായി പ്ലസ് ഒരു മിഠായി 2 മിഠായി. ഐ പ്ലസ് ഐ ഇസ് ഈക്വൽ ടു എന്താ? 2i. ഐ പ്ലസ് ഐ എന്താ? 2i. ബാക്കി അവിടെ എന്താ?
ലിമിറ്റൊക്കെ സെയിം ആണ്, ലിമിറ്റ് എല്ലാം സെയിം ആണ്, 0 to π/2 തന്നെയാണ്. അപ്പോൾ വലിയ പ്രശ്നമില്ല. 0 to π/2. ഡിനോമിനേറ്റർ സെയിം ആണ്. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഒറ്റ തവണ എഴുതിയാൽ മതിയെന്ന്. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഒറ്റ തവണ എഴുതിയാൽ മതി, ഒറ്റ തവണ. അപ്പോൾ നോക്കിയാൽ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ sin x + cos x തന്നെയാണ്. അത് സാർ എന്ത് ചെയ്തു, ഒറ്റ തവണ ഇത് ഡിനോമിനേറ്റർ ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, രണ്ട് ഡിനോമിനേറ്റർ സെയിം ആണ്, നമ്മൾ എത്ര പ്രാവശ്യം എഴുതിയാൽ മതി, ഒറ്റ തവണ എഴുതിയാൽ മതി. ഇനി ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. ഇവിടെ എന്താ ന്യൂമറേറ്ററിൽ sin x പ്ലസ് ഇവിടെ എന്താ ന്യൂമറേറ്ററിൽ cos x. ഇനി കോമൺ ആയിട്ട് എന്തുണ്ട്, dx ഉണ്ട്. ഇത് രണ്ടും വെട്ടിക്കളയുമ്പോൾ നമുക്ക് 1 dx കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1. രണ്ടും വെട്ടിപ്പോയി, ഇനി വെറും 1 ഉള്ളൂ ഇവിടെ വെട്ടുമ്പോൾ 1. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ എന്ത് കിട്ടും, 2i = ഇൻ്റഗ്രൽ 1 വെട്ടിപ്പോയിട്ട് 1 ആണല്ലോ, 1 dx. എന്താ 1 dx എൻ്റെ പൊന്നുമക്കൾ പറയും, എന്താ 1 dx, എന്താ 1 dx, 1 dxൻ്റെ ഇൻ്റഗ്രൽ x ആണ്, 0 to π/2 അല്ലേ. 1 dxൻ്റെ ഇൻ്റഗ്രൽ എന്താ, 1 dx. ഇവിടെ നമുക്ക് 1 അല്ലേ കിട്ടിയത്, വെട്ടിപ്പോയിട്ട് 1 dxൻ്റെ ഇൻ്റഗ്രൽ എന്താ, ഇറ്റ്സ് x പ്ലസ് c. അത് പൊക്കോട്ടെ. ഈ എക്സിൻ്റെ അവിടെ ലിമിറ്റ് ചെയ്തോട്ട് ഏത് വരെ ഉണ്ട്, 0 to π/2, 0 to π/2. അപ്പോൾ 1 dxൻ്റെ ഫോർമുല x, ലിമിറ്റ് 0 to π/2. ഇനി എന്താ റൂള്, ആദ്യം എക്സിൻ്റെ അവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് എക്സിൻ്റെ അവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സിൻ്റെ അവിടെ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് എക്സിൻ്റെ അവിടെ എന്ത് കൊടുത്തു, ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2i = π/2 എന്ന് 0 പോയി എന്ത് തന്നെയാണ്, π/2 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതാ കാണേണ്ടത്, ക്വസ്റ്റ്യൻ i ആണ്. therefore i = ഈ 2 താഴെ വരുമ്പോൾ 2 into 2 we will be getting π/4. So the answer is π/4. അടിപൊളിയല്ലേ, i അല്ലേ ക്വസ്റ്റ്യൻ, തന്ന ക്വസ്റ്റ്യന് നമ്മൾ i എന്നല്ലേ കൊടുത്ത്, സോ ദ ആൻസർ ഈസ് π/4. ഇത് മാറ്റി മറിച്ച് നോക്ക്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടി ഉപയോഗിച്ച് നാളെ ഈ പ്രോപ്പർട്ടി ഒരു കിഡിലോസ്കി പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി എഴുതി വെച്ചോ, ഈ പ്രോപ്പർട്ടി നാളെ നിങ്ങൾക്ക് മാർക്ക് നേടി തന്നിരിക്കും, എഴുതി വെച്ചോ. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നാളെ മാർക്ക് നേടി തന്നിരിക്കും. ഈ പ്രോപ്പർട്ടി ആൾ മിടുക്കനാണ്. ഇനി എന്തായാലും കിടന്നുറങ്ങിക്കോ, രാവിലെ എണീറ്റ് റിവൈസ് ചെയ്യാം. ഉറക്കം കളഞ്ഞാൽ ആപത്താണ്, മാത്സിന് ഓർമ്മശക്തി ഉണ്ടാവില്ല, ഓർമ്മ വരില്ല. വേഗം ഉറങ്ങിക്കോ.